പ്രിയപ്പെട്ട കുട്ടികളെ, ഡെൽറ്റ ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 8th സ്റ്റാൻഡേർഡ് കെമിസ്ട്രി വാട്ടർ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. അപ്പോൾ ഇതിലെ മൂന്നാമത്തെ പാർട്ടാണ്. അതായത് ഈ പാർട്ടോടുകൂടി ഈ ചാപ്റ്റർ കഴിയും. ഒരു കുഞ്ഞു ചാപ്റ്റർ ആയിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാനുള്ളത് പേജ് നമ്പർ 240, ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ. ഇവിടെ ഒരു എക്സ്പെരിമെൻറ്റ് പറയുന്നുണ്ട്. ടേക്ക് 2 സിമിലർ ബീക്കേഴ്സ്, ഇൻ വൺ pour water and in the other take coconut oil of same mass. Place both of them in a water bath and heat them. Stir the liquids in the beaker continuously. Record the temperature at regular interval of time. When the same amount of heat is given to water and coconut oil, which one's temperature rises faster in a fixed time? Why? ഇത്രയാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് 2 ബീക്കർ എടുക്കുക, രണ്ടിലും ഒരേ മാസിൽ ഒരേ അളവിൽ എന്ത് ചെയ്യുക, ഒരു ബീക്കറിൽ വാട്ടർ എടുക്കുക, രണ്ടാമത്തെ ബീക്കറിൽ എന്ത് ചെയ്യുക, കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. എന്നിട്ട് 2 ബീക്കറിനെ എന്ത് ചെയ്യുക, സ്റ്റീം ബാത്തിൽ ഹീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നല്ലപോലെ ഈ ലിക്വിഡ്സ് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ടെമ്പറേച്ചർ എന്ത് ചെയ്യുക, നോട്ട് ചെയ്യാനാണ്. ഓരോ ടൈം ഇൻ്റർവെല്ലിൽ തെർമോമീറ്റർ വെച്ച് ടെമ്പറേച്ചർ മെഷർ ചെയ്യുക. അതായത് രണ്ടിനും സെയിം എമൗണ്ടാണ് ഹീറ്റാണ് നമ്മൾ വാട്ടറിനും കോക്കനട്ട് ഓയിലും കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിലും ഏതിൻ്റെ ടെമ്പറേച്ചറാണ് ഫാസ്റ്റായിട്ട് റൈസ് ചെയ്യാമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞത് കോക്കനട്ട് ഓയിലായിരിക്കും. അവിടെ ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്, വൈ, എന്തുകൊണ്ടാണ്? ദ കോക്കനട്ട് ഓയിൽ ഹാസ് ലോ ഹീറ്റ് കപ്പാസിറ്റി. കോക്കനട്ട് ഓയിലിന് ഹീറ്റ് കപ്പാസിറ്റി കുറവായതുകൊണ്ടാണ് കോക്കനട്ട് ഓയിലിൻ്റെ ടെമ്പറേച്ചർ വേഗം കൂടുന്നത്. വാട്ടറിൻ്റെ ടെമ്പറേച്ചർ അതേപോലെ കൂടുന്നില്ല. വാട്ടർ ഈസ് എ ലിക്വിഡ് വിത്ത് എ വെരി ഹൈ ഹീറ്റ് കപ്പാസിറ്റി, സോ ദ ടെമ്പറേച്ചർ ഓഫ് വാട്ടർ ഡസ് നോട്ട് റൈസ് ക്വിക്ക്ലി. അതായത് വാട്ടറിൻ്റെ ഹീറ്റ് കപ്പാസിറ്റി വളരെ കൂടുതലായതുകൊണ്ട് വാട്ടറിൻ്റെ ടെമ്പറേച്ചർ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നില്ല, കൂടുന്നില്ല. ഹൗ ക്യാൻ വി മേക്ക് യൂസ് ഓഫ് ഹൈ ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ? വാട്ടർ ഈസ് യൂസ്ഡ് ടു കൂൾ ഹോട്ട് ഒബ്ജക്റ്റ്. അതായത് വാട്ടറിൻ്റെ പ്രത്യേക പ്രോപ്പർട്ടിയാണ് എന്ത്, ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞത്. അപ്പോൾ വാട്ടറിൻ്റെ ഹീറ്റ് കപ്പാസിറ്റി കൂടുതലായതുകൊണ്ട് നമ്മൾ പല ഫീൽഡിലും എന്ത് ചെയ്യുന്നുണ്ട്, വാട്ടറിൻ്റെ ഈ ഒരു പെക്യുലാരിറ്റി, ഈ ഒരു കഴിവ് ഉപയോഗിക്കുന്നുണ്ട്. വാട്ടറിന് എന്തിനുള്ള കഴിവുണ്ട്? ഹോട്ട് ഒബ്ജക്ട്സിനെ കൂൾ ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്? വാട്ടറിനുണ്ട്. നമ്മൾ സാധാരണയായിട്ട് നല്ല ചൂടുള്ള ചായയൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക, അത് വെള്ളത്തിൽ വെക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ആ ചായയിലെ ചൂട് അങ്ങോട്ട് വരും, വാട്ടറിലേക്ക് ഇറങ്ങിയിട്ട് ആ വസ്തുവിനെ എന്ത് ചെയ്യുക, കൂൾ ചെയ്യിക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? വാട്ടറിനുണ്ട്. ഇനി എന്താണ് ഈ ഹീറ്റ് കപ്പാസിറ്റി എന്നാണ് പറയുന്നത്. ഹീറ്റ് കപ്പാസിറ്റി ഈസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് എ ഗിവൺ സബ്സ്റ്റൻസ് ബൈ 1 degree സെൽഷ്യസ്. അതായത് ഒരു സബ്സ്റ്റൻസിൻ്റെ ടെമ്പറേച്ചർ 1 degree സെൽഷ്യസ് ഇൻക്രീസ് ചെയ്യാൻ കൊടുക്കേണ്ട താപത്തിൻ്റെ അളവിനാണ്, ഹീറ്റിൻ്റെ അളവിനാണ് എന്ത് പറയുന്നത്, ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ കോക്കനട്ട് ഓയിലിൻ്റെ ടെമ്പറേച്ചർ 1 degree റൈസ് ചെയ്യാൻ കൊടുക്കുന്ന ഹീറ്റ് എനർജിയേക്കാളും കൂടുതൽ ഹീറ്റ് എനർജി കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യൂ, വാട്ടറിൻ്റെ ടെമ്പറേച്ചർ 1 degree റൈസ് ചെയ്യുള്ളൂ. അതിനാണ് നമ്മൾ ഹീറ്റ് കപ്പാസിറ്റി അറിയുന്നത്. അപ്പോൾ വാട്ടറിൻ്റെ ഹീറ്റ് കപ്പാസിറ്റി കൂടുതലായതുകൊണ്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ കൂടുതൽ ഹീറ്റ് കൊടുക്കേണ്ടി വരുന്നത്. Then, have you noticed that the radiators in vehicle use a mixture containing a special coolant and water? Why do you think so? അതായത് നമുക്കറിയാം വാഹനങ്ങളുടെ റേഡിയേറ്ററിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കൂളൻറ്റും വാട്ടറും മിക്സ് ചെയ്തിട്ടുള്ളൊരു സബ്സ്റ്റൻസാണ് എന്ത് ചെയ്യുന്നത്, റേഡിയേറ്ററിൽ യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്, എന്ത് പ്രത്യേകതയാണ് അവിടെ ഉപയോഗപ്പെടുത്തുന്നത് എന്നാണ്. അത് നമുക്കറിയാം, നോർമലി വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ 100 degree സെൽഷ്യസ് ആണ്. ദ മിക്സ്ചർ ഹാസ് എ ഹയർ ബോയിലിംഗ് പോയിൻ്റ് ദാൻ വാട്ടർ എലോൺ, ഹെൽപ്പിംഗ് പ്രിവെൻറ്റ് ഓവർ ഹീറ്റിംഗ്. അതായത് എന്ത് ചെയ്യാം, ഈ കൂളൻറ്റുമായിട്ട് മിക്സ് ചെയ്തിരിക്കുന്ന ഒരു സബ്സ്റ്റൻസിന്, ആ ഒരു മിക്സ്ചറിന് വാട്ടറിനേക്കാളും ബോയിലിംഗ് പോയിൻറ്റ് കൂടുതലാണ്. അപ്പോൾ അത്രയും ബോയിലിംഗ് പോയിൻറ്റ് കിട്ടിയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആ സാധനം ബോയിൽ ചെയ്യുക, മിക്സ്ചർ ബോയിൽ ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഈ ഓവർ ഹീറ്റിംഗ് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് വാട്ടറിൽ, കാരണം വാഹനം കുറേ ദൂരം ഓടുന്ന സമയത്ത് എന്ത് ചെയ്യും, റേഡിയേറ്റർ ചൂടായിട്ടുണ്ടാവില്ലേ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ലോ ബോയിലിംഗ് പോയിൻ്റ് ഉള്ള സബ്സ്റ്റൻസ് ആണെങ്കിൽ എന്തായിട്ട് മാറും, അത് ബോയിൽ ചെയ്ത് ഗ്യാസായിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ വാട്ടറിന് ബോയിലിംഗ് പോയിൻറ്റ് വളരെ കൂടുതലാണ്. ഇനി അതിലേക്ക് ഒരു മിക്സ്ചറോട് ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ബോയിലിംഗ് പോയിൻറ്റ് വീണ്ടും കൂടുകയാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് എന്ത് ചെയ്യുക, കൂളൻ്റായിട്ട് വാഹനങ്ങളുടെ റേഡിയേറ്ററിൽ വാട്ടർ യൂസ് ചെയ്യുന്നത്. ദെൻ സ്ട്രക്ചർ ഓഫ് വാട്ടർ. വാട്ടറിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. എ വാട്ടർ മോളിക്യൂൾ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 2 hydrogen atoms ആൻഡ് 1 oxygen atom. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും വാട്ടറിൻ്റെ കെമിക്കൽ ഫോർമുല എന്ന് പറഞ്ഞാൽ H2O ആണ്. അതായത് 2 ഹൈഡ്രജൻ ആറ്റവും 1 oxygen atom കമ്പൈൻ ചെയ്തിട്ടാണ് വാട്ടർ മോളിക്യൂൾ ഉണ്ടാവുന്നതെന്ന് അല്ലേ നമുക്ക് മനസ്സിലാക്കാമല്ലോ, H2O എന്ന സിമ്പിളിൽ നിന്ന്. ദെൻ വാട്ടർ ഈസ് എ പ്രഷ്യസ് നാച്ചുറൽ റിസോഴ്സസ് ദാറ്റ് മെയ്ഡ് ലൈഫ് പോസിബിൾ ഓൺ എർത്ത്. അതായത് ഭൂമിയിൽ ലൈഫ് പോസിബിൾ ആയിട്ടുള്ളതിന് ഏറ്റവും റീസൺ ആയിട്ടുള്ള, ഏറ്റവും കാരണമായിട്ടുള്ളൊരു പ്രഷ്യസ് ആയിട്ടുള്ള നാച്ചുറൽ റിസോഴ്സാണ് ഇത് വാട്ടർ എന്ന് പറയുന്നത്. ഭൂമിയിൽ വാട്ടർ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ലൈഫ് നിലനിൽക്കുന്നത് എന്നൊക്കെ നമ്മൾ ഇൻട്രോഡക്ടറി പാർട്ടിൽ പറഞ്ഞിരുന്നല്ലോ. ലെറ്റ് us now understand more about the important physical and chemical properties of water. നമുക്ക് വാട്ടറിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിസിക്കൽ പ്രോപ്പർട്ടീനെയും കെമിക്കൽ പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. Water is a natural substance that can exist in all 3 states:
സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. അതായത് നമ്മളിപ്പോൾ എക്സാമ്പിൾ പറയുന്ന സമയത്തില്ലേ മാറ്ററിൻ്റെ 3 ക്ലാസിഫിക്കേഷൻ പറയുന്ന സമയത്ത് വാട്ടറിൻ്റെ എക്സാമ്പിളാണ് യൂസ് ചെയ്യുക. അതായത് വാട്ടറിൻ്റെ സോളിഡ് ഫോം എന്ന് പറഞ്ഞാൽ ഐസാണ്, ലിക്വിഡ് ഫോം എന്ന് പറഞ്ഞാൽ വാട്ടറാണ്, ദെൻ ഗ്യാഷ്യസ് ഫോം എന്ന് പറഞ്ഞാൽ സ്റ്റീം അല്ലെങ്കിൽ വാട്ടർ വേപ്പറാണ്. Even though water is formed by the combination of hydrogen and oxygen, the individual properties of hydrogen or oxygen is not maintained in water. അതായത് വാട്ടറും ഉണ്ടായിട്ടുള്ളത് ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്തിട്ടാണ് വാട്ടർ ഫോം ചെയ്യുന്നതെങ്കിലും ഹൈഡ്രജൻ്റെയോ ഓക്സിജൻ്റെയോ ഒന്നും ക്യാരക്ടർ അല്ല ആര് കാണിക്കുന്നത്, വാട്ടർ കാണിക്കുന്നത്. ഇൻ വിച്ച് സ്റ്റേറ്റ് ഈസ് ഓക്സിജൻ യൂഷ്വലി സീൻ? ഏത് സ്റ്റേറ്റിലാണ് ഓക്സിജൻ സാധാരണയായിട്ട് കാണപ്പെടുന്നത്? നമുക്കറിയാം ഗ്യാഷ്യസ് സ്റ്റേറ്റിലെ ഓക്സിജൻ ഒരു ഗ്യാസാണ്. വാട്ട് അബൌട്ട് ഹൈഡ്രജൻ? ഹൈഡ്രജൻ ആണെങ്കിൽ എന്താ, ഗ്യാസാണ്. ബട്ട് ഇൻ വിച്ച് സ്റ്റേറ്റ് ഈസ് വാട്ടർ യൂഷ്വലി ഫൗണ്ട്? വാട്ടർ യൂഷ്വലി ഫൗണ്ട് ഇൻ ലിക്വിഡ് ഫോം. വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ വാട്ടർ ടു ഒക്വർ ഇൻ ദ ലിക്വിഡ് സ്റ്റേറ്റ്? എന്തുകൊണ്ടാണ് വാട്ടർ ലിക്വിഡ് സ്റ്റേറ്റിൽ കാണപ്പെടുന്നതെന്നാണ് ആ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ദർ ഈസ് എ സ്പെഷ്യൽ കൈൻഡ് ഓഫ് അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ വാട്ടർ മോളിക്യൂൾസ്. ദിസ് ഫോഴ്സ് ഈസ് ദ റീസൺ ഫോർ മെനി സ്പെഷ്യൽ പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ. This attractive force help water to keep it in liquid form at room temperature. It is a reason for surface tension of water. അഥവാ വാട്ടറിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ വാട്ടർ മോളിക്യൂൾസ് തമ്മിൽ ഒരു ഹൈഡ്രജൻ മോളിക്യൂൾസ് ഫോം ചെയ്യുന്നുണ്ട്. അതേപോലെ വാട്ടർ മോളിക്യൂൾസ് തമ്മിൽ അട്രാക്റ്റീവ് ഫോഴ്സ് വളരെ കൂടുതലാണ്. ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് ഫോഴ്സാണ് വാട്ടർ മോളിക്യൂൾസ് തമ്മിൽ. ഈ ഫോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, പല വാട്ടറിൻ്റെ സ്പെഷ്യൽ പ്രോപ്പർട്ടീസിനൊക്കെ കാരണമാകുന്നുണ്ട്. ഈ അട്രാക്റ്റീവ് ഫോഴ്സാണ് വാട്ടറിനെ ലിക്വിഡ് ഫോമിൽ റൂം ടെമ്പറേച്ചറിൽ ലിക്വിഡ് ഫോമിൽ എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. വാട്ടറിൻ്റെ സർഫസ് ടെൻഷനും കാരണം എന്തിനാ, ഈ ഒരു പ്രോപ്പർട്ടിയാണ്. കാരണം വാട്ടർ മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷൻ മൂലമാണ് എന്തുണ്ടാവുന്നത്, സർഫസ് ടെൻഷൻ ഉണ്ടാവുന്നത്. നൗ തിങ്ക് വാട്ട് കുഡ് ഹാപ്പൻ ഇഫ് ദിസ് ഫോഴ്സ് ബിറ്റ്വീൻ വാട്ടർ മോളിക്യൂൾസ് ഡിഡ് നോട്ട് എക്സിസ്റ്റ്? അപ്പോൾ ഈ വാട്ടർ മോളിക്യൂൾസ് തമ്മിൽ ഈ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഇല്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു സംഭവിക്കുക? വാട്ടർ വുഡ് സ്റ്റേ ഓൺലി ഇൻ ദ ഗ്യാഷ്യസ് സ്റ്റേറ്റ്. വാട്ടർ മോളിക്യൂൾസ് ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണ് കാണപ്പെടുന്നില്ലേ. കാരണം ഹൈഡ്രജനും ഓക്സിജനും ഗ്യാഷ്യസ് ഫോമിലാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. There would be no rivers, no seas and probably no living things on earth അല്ലേ. വാട്ടർ ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നമ്മൾ എർത്തിൽ എന്തുണ്ടാവില്ല, റിവേഴ്സ് ഉണ്ടാവില്ല, സീ ഉണ്ടാവില്ല അല്ലേ. മൊറോവർ എന്താ, ലിവിങ് തിങ്സ് പോലും എന്തുണ്ടാവും, ഭൂമിയിൽ ഉണ്ടാവില്ല. വാട്ടർ ഈസ് ഫോംഡ് ബൈ കമ്പൈനിങ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. ഈസ് ഇറ്റ് പോസിബിൾ ടു സെപ്പറേറ്റ് വാട്ടർ ബാക്ക് ഇൻ ടു ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ? നമുക്കറിയാം ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്തിട്ടാണ് വാട്ടർ ഫോം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ വാട്ടറിനെ ഡീകമ്പോസ് ചെയ്തിട്ട് വാട്ടറിനെ നമുക്ക് തിരിച്ച് ഹൈഡ്രജനും ഓക്സിജനും ആക്കി മാറ്റാൻ പറ്റുമോ എന്നാണ് ക്വസ്റ്റ്യൻ. വാട്ടർ ക്യാൻ ബി സ്പ്ലിറ്റ് ഇൻ ടു ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ബൈ എ പ്രോസസ് കോൾഡ് ഇലക്ട്രോളിസിസ്. അതായത് വാട്ടറിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്പ്ലിറ്റ് ചെയ്തിട്ട് ഹൈഡ്രജനും ഓക്സിജനും ആക്കി മാറ്റാൻ പറ്റും. ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണെന്ത്, ഇലക്ട്രോളിസിസ് എന്നാണ് പറയുന്നത്. The Hofmann water voltameter is a device that electrolyzes water. വാട്ടറിനെ ഇലക്ട്രോളിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസിൻ്റെ പേരാണെന്ത്, ഹോഫ്മാൻ വാട്ടർ വോൾട്ടാമീറ്റർ എന്നാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അതിൻ്റെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. അതായത് 2 ട്യൂബിലല്ലേ, ഒന്നിൽ ഓക്സിജൻ ഉണ്ട്, ഒന്നിൽ ഹൈഡ്രജൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വാട്ടറിനെ ഒരു പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള ടെർമിനലുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, വാട്ടർ സ്പ്ലിറ്റ് ചെയ്ത് ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. Hydrogen is produced at the negative electrode of the battery and oxygen is produced at the positive electrode. ഹൈഡ്രജൻ നെഗറ്റീവ് ഇലക്ട്രോഡിലും ഓക്സിജൻ പോസിറ്റീവ് ഇലക്ട്രോഡിലാണ് നമുക്ക് ലഭിക്കുന്നത്. When a substance cool, its volume normally decreases, right? അതായത് സബ്സ്റ്റൻസിനെ കൂൾ ചെയ്യുമ്പോൾ നമുക്കറിയാം എന്താ, അതിൻ്റെ വോളിയം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. Fill a glass bottle about 3/4 full of water, seal it tightly and then place it in the freezer. അതായത് നമ്മളൊരു കുപ്പിയിൽ വെള്ളം എടുക്കുക. ആ കുപ്പിയിൽ വെള്ളം എടുത്തിട്ട് ഒരു 1/4 ഭാഗം വെള്ളം എടുത്തതിനെ നമ്മൾ ഫ്രീസറിൽ വെച്ചാൽ കുറച്ച് സമയം കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്യുക, ഗ്ലാസിൻ്റെ ബോട്ടിലൊക്കെ നിറയെ വെള്ളം എടുത്തിട്ട് എന്ത് ചെയ്യുക, ഫ്രീസറിൽ വെച്ചിട്ടുണ്ടാകും. കുറച്ച് സമയം കഴിയുമ്പോൾ എന്ത് ചെയ്യുക, കുറച്ച് സമയം നല്ലപോലെ തണുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ ബോട്ടിൽ പൊട്ടിപ്പോവും. എന്തായിരിക്കും അതിൻ്റെ റീസൺ? വാട്ട് ഹാപ്പൻ ടു ദ വോളിയം ഓഫ് ദ വാട്ടർ ഇൻ ദ ബോട്ടിൽ വെൻ ഇറ്റ് ടേൺഡ് ഇൻ ടു ഐസ് അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞ 1/4 ഭാഗം വെള്ളം എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ വാട്ടർ എന്ത് ചെയ്യുക, ഐസ് ആവുന്ന സമയത്ത് അതിൻ്റെ വോളിയത്തിന് എന്ത് സംഭവിക്കും? ദ വോളിയം ഇൻക്രീസസ്. യു നോ ദാറ്റ് വെൻ വാട്ടർ ടേൺസ് ഇൻ ടു ഐസ് ഇറ്റ്സ് വോളിയം ഇൻക്രീസസ്. അതായത് അല്ലേ, നിങ്ങൾക്ക് പുതിയൊരു കൺസെപ്റ്റ് ആയിരിക്കും. വാട്ടർ എന്ത് ചെയ്യുക, ഐസ് ആവുന്ന സമയത്ത് അതിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെർഫോർ ഇറ്റ്സ് ഡെൻസിറ്റി ഡിക്രീസ്. അതായത് അതിൻ്റെ ഡെൻസിറ്റി കുറയുന്നത് കൊണ്ട്, നമ്മൾ ഓൾറെഡി ഡെൻസിറ്റിൻ്റെ ഒരു ഇക്വേഷനുകൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, ഡെൻസിറ്റി ഈക്വൽ ടു മാസ് ബൈ വോളിയം എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, വോളിയം ഇൻക്രീസ് ചെയ്യുക. ക്യാൻ യു നൗ എക്സ്പ്ലെയിൻ വൈ എ പീസ് ഓഫ് ഐസ് ഫ്ലോട്ട് ഓൺ ദ സർഫസ് ഓഫ് വാട്ടർ വെൻ യു പുട്ട് ഇറ്റ് ഇൻ വാട്ടർ? അതായത് നമ്മൾ ഒരു ഐസിൻ്റെ ചെറിയ പീസ് വെള്ളത്തിലിട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ ഐസ് പീസ് വെള്ളത്തിൻ്റെ മേലെ പൊങ്ങിക്കിടക്കുകയാണ് ചെയ്യുക. അതിൻ്റെ റീസൺ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്.
അതായത് വാട്ടർ ഐസായി മാറുന്ന സമയത്ത് അതിൻ്റെ ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യും. അപ്പോൾ നോർമൽ വാട്ടറിന് ഡെൻസിറ്റി കൂടുതലായതുകൊണ്ട് നോർമൽ വാട്ടർ എന്ത് ചെയ്യും, അടിയിലും ഡെൻസിറ്റി കുറഞ്ഞിട്ടുള്ള ഐസ് എന്ത് ചെയ്യും, വാട്ടറിന് മേലെ ഫ്ലോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. In cold countries, temperature often drops below 0 degrees Celsius. What if the water in rivers and lakes there turns completely into ice? നമുക്കറിയാമല്ലേ, കോൾഡ് കൺട്രീസിലൊക്കെ എന്ത് ചെയ്യും, ടെമ്പറേച്ചർ 0 ഡിഗ്രിനേക്കാളും, അതായത് -ഡിഗ്രിയിലേക്കൊക്കെ വരുന്നുണ്ട്, -23 ഡിഗ്രി വരെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ ടെമ്പറേച്ചർ 0 ഡിഗ്രിനേക്കാളും കുറവുള്ള സ്ഥലങ്ങളിലൊക്കെ എന്തുകൊണ്ടാണ് ഈ അവിടെയുള്ള ലേക്സും റിവേഴ്സും ഒന്നും കംപ്ലീറ്റ് ആയിട്ട് ഐസായി പോവാത്തത്? വുഡ് ഇൻ അക്വാട്ടിക് ലൈഫ് ഗെറ്റ് ട്രാപ്ഡ് ഇൻ ദ ഐസ് ആൻഡ് ഡൈ. അപ്പോൾ അല്ലേ, അവിടെ വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികൾക്കൊന്നും ജീവിക്കാൻ പറ്റാതെ അവരെന്ത് ചെയ്യാം, ഇത് മീനുകൾക്കൊന്നും അവിടെ ജീവിക്കാൻ പറ്റില്ലല്ലോ, അത് ഐസിൽ ഡൈ ആയി പോകാത്ത എന്തുകൊണ്ടാണ്? ഡസ് ദാറ്റ് ഹാപ്പൻ? അങ്ങനെ സംഭവിക്കുന്നുണ്ടോ? വാട്ട് കുഡ് ബി ദ റീസൺ? എന്താണ് അതിൻ്റെ കാരണം എന്നാണ്. അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു സൈഡിൽ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ആ ബോക്സ് ഒന്ന് ഓർത്ത് വെക്കണേ. ആസ് ദ ടെമ്പറേച്ചർ ചേഞ്ചസ് ദ ഡെൻസിറ്റി ഓഫ് വാട്ടർ ഓൾസോ ചേഞ്ചസ്. ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, വാട്ടറിൻ്റെ ഡെൻസിറ്റിയും കുറയും. ദ മാക്സിമം ഡെൻസിറ്റി ഓഫ് വാട്ടർ ഈസ് അറ്റ് 4 degrees Celsius. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യുമ്പോൾ വോളിയം ഇൻക്രീസ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ വാട്ടറിൻ്റെ മാക്സിമം ഡെൻസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 degrees Celsius ആണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും മിനിമം വോളിയം ആയിരിക്കും എന്ത്, 4 degrees Celsius ഉണ്ടാവുക. പക്ഷേ വാട്ടറിന് ഒരു അനോമലസ് ബിഹേവിയറാണ് വാട്ടർ കാണിക്കുന്നത്. നോർമലി എല്ലാ സബ്സ്റ്റൻസും എന്ത് ചെയ്യുക, കൂൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വോളിയം കുറയാണ് ചെയ്യുന്നത്. പക്ഷേ വാട്ടറിന് മാത്രം എന്ത് ചെയ്യുക, ഈ 4 degrees Celsiusനേക്കാളും താഴേക്ക് ടെമ്പറേച്ചർ വരുന്ന സമയത്ത് അതിൻ്റെ വോളിയം നേരം എന്ത് ചെയ്യുക, വോളിയം ഇൻക്രീസ് ചെയ്യാനാണ് തുടങ്ങുക. വെദർ വാട്ടർ ഈസ് കൂൾഡ് ഓർ ഹീറ്റഡ് ഫ്രം ദിസ് പോയിൻറ്റ് ഇറ്റ്സ് വോളിയം ഇൻക്രീസസ്. അതായത് ഈ 4 degrees Celsiusനേക്കാളും കൂടുതലോ അല്ലെങ്കിൽ കുറവായിട്ട് ടെമ്പറേച്ചർ വരുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മൾ കൂൾ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും, അതിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക. You may have seen ice floating on water. If the ice had not been floating and protected the underlying water from freezing, fish and other living things could not have survived in water in cold region. അതായത് എന്താ സംഭവിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഐസാകുന്ന സമയത്ത് 4 ഡിഗ്രിയിലും താഴേക്ക് വരുമല്ലോ. 4 ഡിഗ്രിയിലും താഴേക്ക് വരുന്ന സമയത്ത് എന്ത് ചെയ്യും, അതിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യും, വാട്ടറിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഈ ഡെൻസിറ്റി കുറഞ്ഞിട്ട് എന്ത് സംഭവിക്കും, വോളിയം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യുമല്ലോ. അപ്പോൾ ഈ തണുക്കുന്ന ഐസിന് ഡെൻസിറ്റി കുറവായതുകൊണ്ട് എന്ത് ചെയ്യും, അത് വാട്ടറിൻ്റെ മേലെ ഫ്ലോട്ട് ചെയ്യും. അപ്പോൾ തണുക്കുന്നതിനനുസരിച്ച് ഐസായി മാറുമ്പോൾ എന്ത് സംഭവിക്കും, അത് മേലെ ഫ്ലോട്ട് ചെയ്യും. അപ്പോൾ അല്ലാത്ത സ്ഥലത്ത് എന്തുണ്ടാവും, നോർമൽ വാട്ടർ ആയിരിക്കും. അപ്പോൾ അക്വാട്ടിക് ഓർഗാനിസത്തിനൊക്കെ എന്ത് ചെയ്യുക, വെള്ളത്തിൽ ജീവിക്കാൻ പറ്റും, ഐസായി പോകുന്നില്ല. അതാണ് അതിൻ്റെ റീസൺ. The next, take the same amount of water in 2 beakers. Dissolve some salt in one of them. Find the boiling point of the water in each beaker using a thermometer. What difference is there in the boiling point of the water with salt added? അതായത് ഒരു ബീക്കറിൽ എന്ത് ചെയ്യുക, 2 ബീക്കറിൽ ഒന്നിൽ വെള്ളം എടുക്കുക, രണ്ടാമത്തേലേക്ക് എന്ത് ചെയ്യുക, രണ്ടാമത്തെ ബീക്കറിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുക. അപ്പോൾ നല്ലപോലെ ആഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ഒരു തെർമോമീറ്റർ വെച്ചിട്ട് ഇതിൻ്റെ ബോയിലിംഗ് പോയിൻറ്റ് ടെസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സാൾട്ട് ആഡ് ചെയ്ത വാട്ടറിനും സാൾട്ട് ആഡ് ചെയ്യാത്ത വാട്ടറിനും തമ്മിലുള്ള ബോയിലിംഗ് പോയിൻറ്റിൽ എന്ത് ഡിഫറൻസ് ആണുള്ളത് എന്നാണ്. അതിൻ്റെ ആൻസർ ഇതാ താഴെ കൊടുത്തിട്ടുണ്ട്. ദ ബോയിലിംഗ് പോയിൻറ്റ് ഓഫ് വാട്ടർ വിത്ത് ആഡഡ് സബ്സ്റ്റൻസ് സച്ച് ആസ് സാൾട്ട് ഈസ് ഹയർ ദാൻ ദ ബോയിലിംഗ് പോയിൻറ്റ് ഓഫ് പ്യുവർ വാട്ടർ. അതായത് വാട്ടറിലേക്ക് നമ്മൾ എന്തെങ്കിലും സബ്സ്റ്റൻസ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബോയിലിംഗ് പോയിൻറ്റ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. വെൻ സാൾട്ട് ഈസ് ആഡഡ് മോർ എനർജി ഈസ് റിക്വയർഡ് ടു ബോയിൽ ദ വാട്ടർ. ദാറ്റ് ഈസ് വൈ ദ ബോയിലിംഗ് പോയിൻറ്റ് ഓഫ് സാൾട്ട് വാട്ടർ ഈസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് പ്യുവർ വാട്ടർ. നമ്മൾ വാട്ടറിലേക്ക് മറ്റെന്തെങ്കിലും സബ്സ്റ്റൻസ് ആഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ബോയിലിംഗ് പോയിൻറ്റ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ പ്യുവർ വാട്ടറിനേക്കാളും ബോയിലിംഗ് പോയിൻറ്റ് കൂടുതലായിരിക്കും. നമ്മൾ ചായയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ പഞ്ചസാര ആദ്യം മിക്സ് ചെയ്യുകയാണെങ്കിൽ വെള്ളം തിളക്കാൻ എന്ത് ചെയ്യും, കുറച്ചുകൂടെ സമയം എക്സ്ട്രാ എടുക്കും. കാരണം വാട്ടറിൽ എന്തെങ്കിലും മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബോയിലിംഗ് പോയിൻറ്റ് കൂടും. അതാണ് എൻ്റെ റീസൺ ആയിട്ട് പറയുന്നത്. ഇത് നമ്മൾ ലാസ്റ്റ് ടോപ്പിക്കായിട്ട് വരുന്നത് വാട്ടർ പൊല്യൂഷൻ. We have understood that water is a universal solvent. Its ability to dissolve different substances lead to the loss of its purity. അതായത് ഒരുവിധ എല്ലാ സബ്സ്റ്റൻസിനെ ഡിസോൾവ് ചെയ്യാൻ കഴിവ് വാട്ടറിനുള്ളത് കൊണ്ടാണല്ലോ വാട്ടറിനെ യൂണിവേഴ്സൽ സോൾവെൻ്റ് എന്ന് പറയുന്നത്. ഈ ഒരു അബിലിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, വാട്ടറിൻ്റെ പ്യൂരിറ്റി നഷ്ടപ്പെടുത്തുന്നുണ്ടെന്നാണ് പറയുന്നത്. അവർ റിവേഴ്സ്, സ്ട്രീംസ് ആൻഡ് സീസ് ആർ ഗെറ്റിംഗ് പൊല്യൂട്ടഡ്. വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ദിസ്? അല്ലേ, നമുക്കറിയാം എന്താ, നമ്മളെ റിവേഴ്സും സ്ട്രീംസൊക്കെ എന്ത് ചെയ്യുക, ഇപ്പോൾ പണ്ട് കാലത്തുള്ളതിനേക്കാളും പൊല്യൂട്ടഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ റീസൺ ആയിട്ട് കുറച്ച് പിക്ചേഴ്സൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വാട്ടർ പൊല്യൂഷൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ കെമിക്കൽസ് ഫ്രം അഗ്രികൾച്ചറൽ ഫീൽഡ്, ദെൻ കെമിക്കൽ ഫ്രം ഫാക്ടറീസ്, അല്ലേ, ഫാക്ടറിയിൽ നിന്ന് അഗ്രികൾച്ചറൽ ഫീൽഡിൽ നിന്നൊക്കെയുള്ള കെമിക്കൽസ് എന്ത് ചെയ്യുക, വാട്ടറിൽ ഡിസോൾവ് ആയിട്ടുണ്ടെങ്കിൽ വാട്ടർ എന്തായിട്ട് മാറും, പൊല്യൂട്ടഡ് ആയിട്ട് മാറും. ദെൻ ഓയിൽ ഫ്രം വെഹിക്കിൾസ്, അല്ലേ, നിങ്ങൾ കാണല്ലേ ചില ആൾക്കാരൊക്കെ വാഹനങ്ങൾ കഴുകാൻ വേണ്ടിയിട്ടൊക്കെ ഓയിലൊക്കെ കൊണ്ടുവരുന്നത്. അപ്പോൾ വാഹനങ്ങളിലുള്ള ഓയിൽസൊക്കെ എന്ത് ചെയ്യും, വാട്ടറിൽ സ്പ്രെഡ് ചെയ്യും.
ദെൻ പ്ലാസ്റ്റിക് വേസ്റ്റ്, നമ്മൾ ചില റിവേഴ്സിൻ്റെ ഫിഗറൊക്കെ അതാണ് അങ്ങനെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് കണ്ടോ, ആ റിവേഴ്സിൽ പ്ലാസ്റ്റിക് കുപ്പികൾ നിറഞ്ഞിരിക്കുന്നത് കണ്ടില്ലേ. അതുപോലെ സീവേജ് ആൻഡ് വേസ്റ്റ്, നമ്മൾ വേസ്റ്റ് വാട്ടറിലെ മലിനജലമൊക്കെ എന്ത് ചെയ്യുക, പുഴയിലേക്കോ അല്ലെങ്കിൽ റിവേഴ്സിലേക്ക് വാട്ടർ സോഴ്സസിലേക്ക് തള്ളിവിടുന്ന സമയത്ത് എന്താവും, ആ വാട്ടർ പൊല്യൂട്ടഡ് ആയിട്ട് മാറും. ഫൈൻഡ് ഔട്ട് ദ മെയിൻ കെമിക്കൽ സബ്സ്റ്റൻസസ് ദാറ്റ് കോസ് വാട്ടർ പൊല്യൂഷൻ ഇൻ ദ സറൗണ്ടിങ് ഓഫ് യുവർ ഹോം ആൻഡ് സ്കൂൾ. നിങ്ങളുടെ ചുറ്റുപാടിൽ അല്ലെ സ്കൂളിൻ്റെയും വീടിൻ്റെയൊക്കെ ചുറ്റുപാടുകളിൽ ഈ വാട്ടർ പൊല്യൂഷന് കാരണമാകുന്ന കെമിക്കൽസ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. വാട്ട് ആർ ദ മെയിൻ പ്രോബ്ലംസ് കോസ്ഡ് ബൈ വാട്ടർ പൊല്യൂഷൻ? ഇനി വാട്ടർ പൊല്യൂഷൻ കൊണ്ട് നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണുള്ളത്? ഡിസ്ട്രക്ഷൻ ഓഫ് അക്വാട്ടിക് പ്ലാന്റ്സ്, അതായത് വെള്ളത്തിൽ ജീവിക്കുന്ന കുറേ അക്വാട്ടിക് പ്ലാന്റ്സ് ഇല്ലേ, അതൊക്കെ എന്ത് ചെയ്യും, നശിച്ചു പോകും അല്ലേ. അക്വാട്ടിക് പ്ലാന്റ്സ് മാത്രമല്ല, അക്വാട്ടിക് ആനിമൽസും എന്ത് ചെയ്യുന്നുണ്ട്, കുറേ മീനുകൾ അങ്ങനത്തെ ജീവികളൊക്കെ എന്ത് ചെയ്യും, ഈ ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് നശിച്ചു പോകാനുള്ള സാധ്യത ഉണ്ട്. ഡാമേജ് ടു ദ ഫുഡ് ചെയിൻ അല്ലേ, ഫുഡ് ചെയിന് ഡാമേജ് ആവും. ദെൻ സോയിൽ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ എന്തിനും കൂടെ കാരണമാവും, സോയിൽ പൊല്യൂഷനൂടെ കാരണമാവും. ദെൻ ഡിസീസസ്, പലതരത്തിലുള്ള രോഗങ്ങൾക്കും കാരണമാവും. നിങ്ങൾ ന്യൂസിലൊക്കെ വായിക്കാറുണ്ടല്ലോ അല്ലേ, വെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങളൊക്കെ. ദെൻ സ്കാസിറ്റി ഓഫ് ക്ലീൻ വാട്ടർ, നമുക്ക് ക്ലീൻ വാട്ടർ കിട്ടാത്തൊരവസ്ഥ വരും. ഇതൊക്കെ എന്താണ്, വാട്ടർ പൊല്യൂഷൻ്റെ കോസസ് ആണ്, അല്ലെങ്കിൽ അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ്. പ്യുവർ വാട്ടർ ഈസ് എ ബേസിക് നീഡ് ഓഫ് ഹ്യൂമൻ ബീങ്സ്, ബട്ട് ഇൻ അവർ വേൾഡ് മെനി പീപ്പിൾ സ്റ്റിൽ ഡു നോട്ട് ഹാവ് ആക്സസ് ടു ക്ലീൻ വാട്ടർ അല്ലേ. പ്യുവർ വാട്ടർ ലഭിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബേസിക് നീഡാണ് പ്യുവർ വാട്ടർ എന്ന് പറഞ്ഞാൽ, കുടിക്കാനുള്ള വെള്ളം എന്ന് പറയുന്നത് അല്ലേ. പക്ഷേ നമ്മൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈ ശുദ്ധജലം കിട്ടാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. എവറി ഇയർ മില്യൺസ് ഓഫ് പീപ്പിൾ സഫർ ഫ്രം വാട്ടർ ബോൺ ഡിസീസസ് ആൻഡ് മെനി ഡൈ ഓഫ് ഇറ്റ്. അതായത് എന്ത് ചെയ്യുക, ഓരോ വർഷവും എന്ത് ചെയ്യുന്നത് അല്ലേ, മില്യൺ കണക്കിന് ആളുകൾ ഈ വാട്ടർ ബോൺ ഡിസീസായിട്ട് എന്ത് ചെയ്യുക, മരണപ്പെടാൻ വരെ കാരണമാകുന്നുണ്ട്. ഇൻ ദിസ് സിറ്റുവേഷൻ ദ സ്ലോഗൻ റൈറ്റ് ടു വാട്ടർ ഈസ് എ ബർത്ത് റൈറ്റ് ബിക്കംസ് വെരി മീനിങ് ഫുൾ. അതായത് വാട്ടർ എന്ന് പറഞ്ഞ ജലം നമ്മുടെ ജന്മാവകാശമാണ് എന്നുള്ളത് എന്ത് ചെയ്യുക, ഒരു സ്ലോഗന് വളരെ ഇമ്പോർട്ടൻ്റ് ആയതാണ്, വളരെ അർത്ഥവത്തായതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കുട്ടികളായിട്ടുള്ള നിങ്ങൾ വാട്ടർ സോഴ്സസിനെ എന്ത് ചെയ്യുക, പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതാണ് ഈ ചാപ്റ്ററിലൂടെ തരുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതോടുകൂടി നമ്മൾ വാട്ടർ എന്ന് പറഞ്ഞ ടോപ്പിക്ക് ഇവിടെ കഴിയാണ്, വാട്ടർ എന്ന ചാപ്റ്റർ ഇവിടെ കഴിയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഹാഫ് ഇയർലിൻ്റെ പോർഷൻ എന്ന് പറയുമ്പോൾ ഏകദേശം ഈ വാട്ടർ എന്ന് പറഞ്ഞ ചാപ്റ്റർ ചിലപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാവില്ല, ഏകദേശം ഇതിൻ്റെ ഒരു പകുതിയൊക്കെ ആയിരിക്കും, ആ ഒരു ടോപ്പിക്ക് കൂടിയാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്കൊരു ലെറ്റർ സക്സസ് മാത്രമാണ് ഇനി ബാക്കിയുള്ളത്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.